മോള് ആക്കുന്ന ഇത് പിള്ളേര് അടിക്കട്ടാ, പിള്ളേര് കളിക്കട്ട്. ഏത് പിള്ളേരങ്ങ് ചാറ്റ് ചെയ്ത് മഴിക്കട്ട്. അപ്പൊ പറഞ്ഞു ഇപ്പൊ ഡ്രഗ്സ് ബിസിനസ് എന്നൊക്കെ ആക്കി. ജോക്ക് വിളിക്കുന്നു അളിയാ. ഇതാണ് എല്ലാരും കേട്ട്. താങ്ക്സ് ഗൈസ് ഗൈസ്. ആണെങ്കിലേ ഒന്ന് ഡിസ്കോഡിൽ കയറിക്കോട്ടെ, അല്ലെങ്കിൽ എന്നെ ഞാൻ അവനെ പിടിച്ചിട്ട് എനിക്ക് പേടിയായപ്പോഴേ ഞാൻ ജോക്കിട്ട് പറഞ്ഞളിയാ ഒന്ന് ലൈവിൽ ഒന്ന് ഇരിക്കളിയാന്ന് പറഞ്ഞു. ഇനി വന്നില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും. ഹലോ ഹലോ ഞാനൊരു കാര്യം പറയട്ടെ, നീ ലൈവ് നീ എന്തോ മുമ്പാണ് എന്റെ അടുത്ത് ഈ അരമണിക്കൂർ മുന്നേ വന്ന് കുത്തിയിരിക്കാൻ പറഞ്ഞോടെ. അളി ഞാൻ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു ഇനി എന്തൊക്കെ ചെയ്യും, എന്ത് ചെയ്യും പറഞ്ഞോണ്ടേ. മുട്ട പൊരിക്കാനായിട്ട് അരമണിക്കൂറായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുവോ? ലൈവ് ഇട്. ലൈവിലാ ഞാൻ. സൂപ്പർ, എല്ലാം കേട്ട്. നീ മുട്ട നിനക്ക് സത്യം പിരിച്ചോണ്ടിരിക്കുന്നല്ലോ. പറഞ്ഞ പണ്ടേ ഈ ബോധമില്ലല്ലോടാ നിനക്ക്. എടാ ഞാൻ ഇപ്പോഴല്ല നിന്റെ അടുത്ത് പറഞ്ഞത് ലൈവാന്ന്. കിലുവാ കോച്ച് എപ്പടി இருக்குங்க. അപ്പൊ ഞാൻ കഥ പറയട്ടെ അളിയാ, ഞാൻ കഥ പറഞ്ഞോണ്ടിരിക്കുന്നളിയാ. എന്ത്? അപ്പൊ അടുത്ത മാസം മറ്റേ കോടതി കയറുന്ന കാര്യം. അടുത്ത മാസം നീ കോടതി കയറുന്ന കാര്യോ? നീ അതറിഞ്ഞില്ലേ? ഇല്ല. അപ്പൊ ഇവിടെ വോട്ടർ ലിസ്റ്റ് പേരുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ക്രിമിനൽ കേസൊക്കെ വരുമ്പോ അവര് മറ്റേ കേട്ടോണ്ടിരിക്കാൻ വേണ്ടി കോടതിയിലോട്ട് വിളിക്കും. അപ്പൊ അടുത്ത മാസം 15 പേരിൽ എന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇനി ഞാൻ അവിടെ പോയിട്ട് ഞാൻ ഇരുന്ന് ഫീഡ്ബാക്ക് ഒക്കെ കൊടുക്കണം. അപ്പം അടുത്ത മാസം ഫേസ് ക്യാം ഇങ്ങനെ ഇരിക്കുന്നേ. ഞാൻ മറ്റേ ഗ്രീൻ സ്ക്രീൻ ഇട്ടുണ്ടല്ലേ. ഇതെന്റെ വീട്, എന്റെ TV, എന്റെ അതല്ല കുറച്ച് ചെറുതാക്കി. എന്ത് ഭയങ്കര വലുത്, എന്ത് പച്ച സൈഡിൽ അറ്റത്തൊക്കെ. അത് ലൈറ്റ് പച്ച കളറാ. ലൈറ്റ് പച്ച കളറോ? ആ അതല്ലടാ, താഴെ പച്ച ബോർഡർ കൊടുത്തേക്കുന്നേ. താഴെ പച്ച ബോർഡറാ. എടാ നിന്റെ സ്ക്രീനിലോട്ടൊന്ന് നോക്കടാ. ഇതെന്തൊരു ഇത് ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്താണല്ലേ. അത് ടെസ്റ്റ് ചെയ്ത സാധനമാണ്, മറ്റേ ബോട്ട് ഫിക്സിന്റെ. എനിക്കെന്ത് പറഞ്ഞാലത്തെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചാണല്ലേ. ആരെങ്കിലൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോ ഇത് മാറിക്കോളും. സബ്സ്ക്രിപ്ഷൻ എങ്ങനെ എടുക്കും? അതിന് ഇത് വെരിഫൈ ഉണ്ടേ. അപ്പൊ ഇവരെന്തൊരു 25 സബ്സ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞത്? എടാ ആണമേ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആദ്യം നിന്റെ സ്ട്രൈപ്പ് സെറ്റ്. എടാ സത്യം പറഞ്ഞാൽ നിനക്ക് ഈ ഇമോട്ട് ഇടാനും പറയിടാനും ഒക്കെ അതിനകത്ത് അറിയത്തുള്ളൂ. നീ ഇപ്പൊ ലൈവ് ചെയ്യുന്നതിന് നീ വെറുതെ ലൈവ് ഇടുക, മനസ്സിലായോ? ആണാ? പിന്നെ അപ്പൊ ഇവരെന്തിന്റെ അത് പറഞ്ഞേക്കുന്നത് അച്ചീവ്മെന്റ്സിൽ? എടാ അത് അച്ചീവ്മെന്റ്സ് ഇങ്ങനെ പൊട്ട. നിനക്ക് ഞാൻ നിന്റെ അടുത്ത് ഒന്നുമില്ല, ഞാൻ പിന്നെ പറയാം. ഈ ബോധമില്ലാത്ത ഈ മൂലത്തിൽ ബുദ്ധി വെച്ചു നടക്കുന്നതിനൊക്കെ എന്തോ ഞാൻ പറയണ്ടേ? അളിയ ഞാൻ ചോദിക്കാന്ന് പറഞ്ഞിരുന്നേ. ഞാൻ ചോദിക്കണമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു. അളിയ റവന്യൂല് പോവുകയാണെങ്കിൽ ഇത് പറയുന്ന മോണിറ്റൈസ് മൈ ചാനൽ, റീച്ച് എ ടോട്ടൽ ഓഫ് 10 സബ്സ്ക്രൈബർ ഇൻ ദ ലാസ്റ്റ് 30 days. അപ്പൊ ഞാൻ ഇത് ലൈവ് ഇട്ടാൽ ഞാൻ എല്ലാവർക്കും വെരിഫൈ ആക്കി കൊടുത്തത്. ഇതൊക്കെ എല്ലാരും കിക്കി സ്ട്രീം ചെയ്തിട്ടാണ് ഞാൻ വെരിഫൈ ആക്കി കൊടുത്തേ. അല്ലാണ്ടല്ലേ വെരിഫൈ ആയി കൊടുക്കുന്നേ. എടാ സത്യം പറഞ്ഞ ഞാൻ ശരിയാക്കി തരാം. അല്ല അപ്പൊ ഇവന്മാരെന്തൊരു പൊട്ടത്തറ എഴുതി വെച്ചേക്കുന്നത് ഇവിടെ? എന്നാ പിന്നെ ലൈവ് ഇട്ടാലല്ലേ സബ്സ്ക്രിപ്ഷൻ വരുള്ളൂ. ഇതിനകത്ത് ഉള്ളവന്മാർക്ക് തന്നെ ഒരു ബോധമില്ല, മനസ്സിലായോ? വളയാ ചുമ്മാ ഞാൻ ഇതിനകത്തുള്ള ബോധമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കോഡിൽ ഇരിക്കുന്ന നമുക്ക് രണ്ടർക്കും ബോധമില്ലാന്ന്. ഇവന്മാരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ ബാൻ ചെയ്തോളൂ. എനിക്ക് ഇങ്ങനത്തെ പറയണം. കുറച്ചെങ്കിലും പൈസ കിട്ടിയിട്ട്. എടാ കഴിഞ്ഞ ആഴ്ച യോക്കി ഇതൊക്കെ അറിയുന്നേ. മോനെ, ഇവിടുത്തുള്ള സ്ട്രീമേഴ്സിനെ എല്ലാം ആദ്യം കിക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യിക്കുന്നതാണ് ഞാന്, മനസ്സിലായോ? സോ നീ അതൊക്കെ അങ്ങ് വിട്ടെ, മക്കളതൊക്കെ അങ്ങ് വിട്ടെ. അപ്പൊ അളിയാ, ഞാൻ കൊറേ സാധനമൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അവൻ വന്നല്ല ചാറ്റി വന്നിട്ട് പോയവൻ. ആര്? ഈഗിളൊന്നാ? വന്നായിരുന്നെന്ന് തോന്നുന്നു. വന്നു വെൽക്കം ബാക്ക് ഉണ്ടായെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പോയവൻ തോന്നുന്നു. രാഗം അളിയാ ഈകളെ കണ്ടിട്ടാ? നീ ഇപ്പൊ കണ്ടോ? ഇല്ല.
പിന്നെന്ത് മേലോട്ട് നോക്കിയിട്ട് കണ്ടില്ല. മേലോട്ട് നോക്കി കാണത്തില്ല, ചാറ്റ് അത്ര ഇതിൽ പോവല്ലേ. ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്നങ്ങ് കിടക്കട്ടെ, നിന്നല്ലേ ആരെങ്കിലും ഒക്കെ വരുന്നത്. അപ്പൊ ഇന്നങ്ങ് കിടക്ക് നീ കിടക്ക്, കുറച്ചേരം കഴിഞ്ഞിട്ട് ഇരിക്ക്. എന്തിന് അളിയാ, എനിക്ക് പ്രശ്നം എന്താണെന്നറിയോ? നീയാണല്ലേ ഇപ്പം മെയിൻ ഞാൻ ആയിട്ട് ഇവർക്കെല്ലാം വെരിഫൈ ചെയ്ത് കൊടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വെരിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടൊന്നുമില്ല. കിക്കിൽ ആൾക്കാരുണ്ട്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 10 വർഷം മുന്നേ സ്ട്രീം ചെയ്തിട്ട് ഒരു ദിവസം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് കിക്കി സ്ട്രീം ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് അവർ വിചാരിക്കുന്നത് 10 വർഷം മുന്നേ ഈ പയ്യൻ മരിച്ചു പോയെന്നാണ്. മനസ്സിലായോ? 10 വർഷമായിട്ട് സ്ട്രീം ഇല്ലല്ലോ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയാൻ പറ്റുമോ? എനിക്ക് അവരുടെ അടുത്ത് പോയിട്ട് അതെ സഹോദര, അത് സ്ട്രീം ഇട്ട് കഴിഞ്ഞാൽ 500 പേരൊക്കെ വരും, അല്ലെങ്കിൽ 10,000 പേരൊക്കെ വരും, മനസ്സിലാക്കൂ, വിശ്വസിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. 10 വർഷം മുന്നേ ഇല്ല, ഓരോരോ സീസൺ പോലെ ഓരോ സമയത്ത് കയറി വരും. എന്നിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞ് അടുത്ത കൊല്ലം വരും. നീ ആരാടി നീ? അളിയാ ഞാൻ കാര്യം ചെയ്യട്ടാ, നീ ആറ്റുപോക്കുമല്ലോ, വാണം കൂക്കുവാണ്. പറ. അതല്ല അളിയാ, എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അളിയാ നീ ഇപ്പം ഡെയിലി ലൈവ് ഇടുന്ന സ്ട്രീമറാണ് നീ. എനിക്ക് നീ കുറച്ച് ഇത് തരണം, മോട്ടിവേഷൻ തരണം. എനിക്കാണെങ്കിൽ എന്തൊരു ചെയ്യണമെന്ന് അറിയാൻ വേണോ, ഞാൻ ഇങ്ങനെ ഞാൻ മോട്ടിവേറ്റ് ചെയ്താണെങ്കിൽ നിന്നെ ഒരുത്തനും മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. എല്ലാ ദിവസവും വിളിച്ചിട്ട് ലൈവ് ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ ചിലപ്പം ആൾക്കാർ നിന്നെ തുപ്പും. ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ചിലപ്പോൾ ആൾക്കാർ കൊക്കക്കോളയും ഇവിടുന്ന് മറ്റേ പൈപ്പിലെ വെള്ളം കുടിക്കാതാക്കി കുടിച്ചോണ്ടിരുന്നവനാണ്. UK പോയിട്ട് അവൻ കോക്കും 0 ഷുഗർ കോക്കും റെഡ് ബുള്ളും ഒക്കെ കുടിച്ചത്തുള്ളവൻ സ്ട്രീമിനകത്തിരുന്നിട്ട്. വാങ്ങിച്ചു വെക്കോളിയാ സ്ട്രീമിനകത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി. ഇട്ടേക്കുന്ന ഷഡ്ഡിക്ക് 10 തുളയുണ്ട്. പക്ഷെ കാണിക്കുന്നത് കൊക്കക്കോളയെ കുച്ചു. എനിക്ക് ഞാൻ ഒഴിച്ച് കാണിക്കലേ, മിക്കാറും കൊക്കക്കോളയുടെ കുപ്പി വാങ്ങിച്ച് 10 കൊല്ലത്ത് മുന്നേ വാങ്ങിച്ചു വെച്ചിട്ട് വെള്ളം നിറച്ച് കുടിക്കുന്നതായിരിക്കും. നീ നേടൊന്നും പറയാൻ പറ്റത്തില്ലേ? നേടൊന്നും പറയാൻ പറ്റത്തില്ല. അളിയാ നിക്ക്, നീ വെയിറ്റ് ഗൈസ്. ഞാനാണെങ്കിൽ കുറെ ഇമോട്ട്സ് ഒക്കെ കുത്തി നിറച്ചിട്ടുണ്ട്. നിങ്ങൾ ഇമോട്ട്സ് ക്ലിക്ക് ചെയ്ത് MRC ഗോകുലൊക്കെ ആണെങ്കിൽ കുറെ ഇമോട്ടൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. അങ്ങനെയൊക്കെ ചോദിക്കണോ ഗൈസ്? എല്ലാരും കഴിച്ചോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നതല്ല, ഞാൻ പണ്ട് തൊട്ട് ചോദിക്കുന്ന കാര്യമാ, ആദ്യം ചോദിക്കുന്ന കാര്യമാ കഴിച്ചായിരുന്നോ. ഇപ്പൊ ഇമോട്ട് മാത്രമേ ഉള്ളൂ. മതി എനിക്ക് മനസ്സിലായി, നിങ്ങളൊക്കെ കണ്ടത് മനസ്സിലായി. അത് എന്നെ ഒന്ന് ഓജിയോ എന്തെങ്കിലും ആക്കിയാലേ എനിക്ക് മോഡാക്കി. സ്ലാഷ് മോഡ് നിന്നെ ഞാൻ മറ്റേ VIP ആക്കിട്ടൊക്കെ എല്ലാരും. അതിനകത്ത് ഒരുത്തം വന്നിട്ട് വാസും മക്കളോ കുണ്ണേന്ന് കേക്ക്. കൊറേ നാളിൽ ഇതൊക്കെ കേട്ടിട്ട് കേക്ക്. അടിയോ ഇന്ന് സത്യം പറയല്ല, ഇന്നാണെങ്കിൽ ഞാനാണെങ്കിൽ മറ്റേ ഫേസ് ക്യാം വർക്ക് ആയില്ലല്ലേ, അപ്പൊ ഞാനിത് സെറ്റ് ചെയ്തോണ്ടിരിക്കാം. പിന്നെ ചാറ്റ് സൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അളിയന്മാരൊക്കെ ഇരുന്ന് ഓരോ മുമ്പിൽ തന്നെ പറയുമ്പോ എനിക്കാണെങ്കിൽ വിഷമം വരുന്ന അളിയ. ഇതൊക്കെ കാണും കുറെ നാൾ കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോ ഇങ്ങനെയൊക്കെ കുറെ ശീലമാ. എല്ലാരും വിചാരിച്ചു വെച്ചേക്കുന്ന കർട്ടൻ പൊക്കി കാണിക്കുന്ന MRC ലീഡർ നീയാന്നാ. പിന്നെ അവര് സർപ്രൈസ് ആക്കി വെച്ചേക്കുമല്ലേ, എല്ലാരും വിചാരിച്ചു വെച്ചേക്കുന്നത് നീയാന്ന്. നമുക്കറിയാം അവിടെ, അവർക്കറിയാം അവിടെ MRC ഉണ്ടാക്കിയത് നീയാ, MRCയുടെ തലതൊട്ടപ്പൻ നീയാന്നൊക്കെ അവർക്കറിയൂ. MRC ഗോകു എടാ കുണ്ടച്ചി, നീ എന്നെ പണ്ട് നീ എന്നെ കേട്ടായിരുന്നത് എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. കേട്ടിരുന്നെങ്കിൽ എവിടൊക്കെ എത്തിപ്പോയെന്ന് മനസ്സിലായി. ഇപ്പോഴും എവിടൊക്കെ എത്തി. പക്ഷെ അതിന് കേടിയില്ല. അളിയ ഇത് നീ എല്ലായിടത്തും വന്നിട്ട് ഇത് പറയല്ലേ? എനിക്ക് മറ്റേ ഞാൻ എല്ലാരടുത്തും പറയും. കേടിയുടെ ബേസിസിലൊക്കെ ഫ്രണ്ട്ഷിപ്പ് വാല്യൂ ചെയ്ത നിന്നെയൊക്കെ ഞാൻ എന്തോ പിന്നെ പറയണ്ടേ? അതാണ് ഇരുത്തിയങ്ങ് അപമാനിക്കുക. എനിക്ക് സത്യം പറയാല്ല, എനിക്ക് എന്തൊരു ചെയ്യണമെന്ന് അറിയത്തില്ല. അതാ ഇവനെ ഞാൻ അളിയാന്ന് ഇതിനെ പറഞ്ഞാൽ കൂടെ വെക്കണമെന്ന് പറഞ്ഞോണ്ട് വിളിച്ചു വരുത്തിയത്. ഇപ്പൊ ഇവ എന്നെ മുമ്പിക്കാണല്ലോ. അതെ ഞാൻ എന്തോ ചെയ്തളിയാ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ എന്തോ പറയാൻ. ജോക്കി അണ്ണ ഫുൾ ഫോമിലാണല്ലോ. അത് ജോക്കി ഫുൾ ഫോമിലാക്കാൻ ജോക്കിയുടെ ഷോർട്ട് ഫോം ആണെന്ന് ഇത്ര നാൾ പറഞ്ഞോണ്ടിരുന്നേ. എനിക്കിനി ചിരിച്ചു തരാനൊക്കെ ആൾക്കാരുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നീ നേരെ MRC പോളിയാ.
അല്ലെ നിന്നെ മോഡാക്കിയാ നോക്കിയാണ്. എനിക്കൊന്നും അറിയാമോ, ഞാൻ ആരും ടൈം ഔട്ട് ആക്കണം. ഗൈസ് പിന്നെ ടർഫ് വാറസ് സ്പെക്കിന്റെ കാര്യം, അത് ടർഫ് വാറൊക്കെ ഇപ്പം ബ്രാവോയുടെ സെർവറാണ്, അതുകൊണ്ട് ബ്രാവോ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അല്ലടാ 10 കൊല്ലം കഴിഞ്ഞിട്ട് എവിടെന്നേലൊക്കെ വലിഞ്ഞു കയറി വന്നിട്ട് നിന്നെ ടർബസ് വെക്കരുത്. അത് ബ്രാവോ ചെയ്ത് ബ്രാവോരെ കഞ്ഞി കുടി ഞാനായിട്ട് എന്തിനാ ഇതാക്കുന്നത്. അതുകൊണ്ട് ബ്രാവോ എന്നെ കഞ്ഞി കുടിക്കട്ടെ. അത് വെച്ച് കുറെ നാൾ ഞാൻ അത് കഞ്ഞി കുടിച്ചതാണ്, അത് വെച്ച് ടർഫ് വാർ വെച്ച്. ഇനി ബ്രാവോ കുടിക്കട്ടെ. XSG വീഡിയോ എടാ നിന്റെ അടുത്തൊക്കെ ഞാൻ നിങ്ങൾ ഇങ്ങനെ ഇമോട്ട് ഇട്ട് കളിക്കാറ്, നിങ്ങളുടെ അടുത്തെല്ലാം ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങൾ കഴിച്ചോന്ന്. പറ, കഴിച്ചോന്ന് പറ. ഈ വാണത്തിന്റെ സ്ട്രീം ആയോണ്ട് അല്ലെ ഇനിയെങ്കിലും എന്നെ പൊക്കി പറയാ. അളി നിനക്ക് എവിടുന്നാണ് ഇത്രയും താടി? നിനക്ക് വണ്ടേ ഉണ്ടല്ലോ താടി. പിന്നല്ലോ ലൈവാണ്. ഇത് മെഷ് ബോയ് ഗോകു, ഇത് വാറ്റ് ഗോകു. ഇവനാണല്ലേ മറ്റേ ഗോകു. അവനാണ് മറ്റേ ഗോകു. നിനക്ക് ഒരു ശരിക്കുള്ള പേരെന്ന് അറിയാടാ? ഇവനെ ശരിക്കുള്ള പേരെന്ന് അറിയാടാ? എന്നിട്ട് നീ എന്തിനാ ഗോകു എന്ന് പേരിട്ടത്? നമ്മള് ഗേബ്രിന്ന് വിളിക്കും. ശരിക്കുള്ള പേരല്ല ഇത്, ഗെയിമിന്റെ പേര്. നീ എന്തിനാ ഗോകുന്ന് പേരിട്ടെ? അതാണ് കേറിയതല്ലോ, കയറ്റിയതല്ലേ? എന്തിനു കയറിയത്? അവന് പേര് മാറ്റിക്കൂടായിരുന്നോ? പേര് മാറ്റിക്കൂടായിരുന്നോ? നിനക്ക് വല്ല ഗേ കുട്ടെന്ന് വിട്ടൂടാ? ഗെയും ഉണ്ട്. ഞാൻ പോയപ്പോ നിനക്കങ്ങ് എന്നെ പോലെ അങ്ങ് വലസാന്നാ. നമുക്ക് അതിൽ മണി കോമര ഉയരണ നിങ്ങൾ അടികൂടല്ലേ നിങ്ങൾ അടികൂട. എനിക്കത് അളിയ നീ ബേക്കെന്നു പറഞ്ഞാൽ അത് നിനക്കറിയാം. എടാ ഇത് നമ്മള് മറ്റേ പഴയ പെസ് പോയി നോക്കുവാണ്. അതെ നിന്നെ പഴയ മെസ് ബോയ് ഗോകുനെ അറിയാം. ഇവൻ മറ്റേ ചാറ്റിലൊക്കെ വരുന്ന മെസ് ബോയ് ഗോക്കല്ലേ? അതൊന്നും അല്ല, ഇത് വേറെ. ഇത് വേറെയാ. മെസ് ബോയ് ഫുഡിനായിരിക്കും. നീ കഷന്റെ ആളിയാ? ഇല്ല, ഇവിടെ മുടി എന്തിനാ നീ ഫ്രണ്ടിലോട്ട് ഇട്ടേക്കുന്നത്? അത് ക്യൂട്ട്നെസ് ആണോ അളിയാ? അളിയാ കഷന്റെ ആയി. എവിടെ ലൈവ്? എടാ കിക്കില് ഫസ്റ്റ് ലൈവടാ. എംആർസി ഗോക്കുന്നാണോ പേര്? എംആർസി ഗോക്കുന്നു. അല്ല പിന്നെ എന്തിനാ ഇത് എന്റെ ഇത് മുളിച്ച് മനസ്സിലായ? ഊമ്പനെ പോലെ ഉണ്ട്. അളിയ വേറെ സംഭവം കാണിച്ചേട്ടാ. നമ്മള് മറ്റേ നമ്മള് ഭയങ്കര റിച്ച് ഒന്നുമല്ലല്ലോ. അപ്പൊ നമുക്ക് ഞാൻ സ്റ്റീം ഡെക്ക് വേണം. സ്ട്രീം ഡെക്ക്. എന്റെ സ്ട്രീം ഡെക്ക് കണ്ടോ? ഇതാണ് എന്റെ സ്ട്രീം ഡെക്ക്. നീ ഫോണിലങ്ങ് സെറ്റ് ആക്കിയില്ലയോ? അല്ലെങ്കിലും പണ്ടേ ഉടായ്പ പരിപാടികള് യൂസ് ചെയ്യുന്നില്ലടാ. യൂസ് ചെയ്യണം. നിന്റെ ഇരിപ്പുണ്ടോ? അല്ലെങ്കിൽ സ്റ്റീം ഡെക്കിനകത്ത് എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നേ? നമുക്ക് ഇങ്ങനെ ഗെയിം എന്തൊക്കെയാ ഗെയിമിൽ പോകും. ഫുൾ ക്യാം വെക്കാൻ ഫുൾ ക്യാം പോകും. ഡെഫിനാകട്ടെ